മറുമരുന്നുകളുടെയും മാന്ത്രിക വിദ്യകളുടെയും കാലം മുതൽ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കഥ തുടങ്ങുന്നു. സുഗന്ധങ്ങളുടെയും രസങ്ങളുടെയും പിന്നാലെ ലോകം സഞ്ചരിച്ച കഥയാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിലും ആഫ്രിക്കയിലും വളർന്നു തുടങ്ങിയ ചെടികളുടെ വേരുകളും കുരുക്കളും ഇലകളും ലോകത്തെ മാറ്റിമറിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആദ്യത്തെ വേരുകൾ ഈജിപ്തിലും ചൈനയിലും മെസപ്പൊട്ടേമിയയിലുമെല്ലാം കാണാം. മമ്മികളെ കേടുകൂടാതെ സൂക്ഷിക്കാനും രോഗങ്ങളെ അകറ്റാനും അവർ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അന്ന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു. അറബികളായിരുന്നു ഈ വ്യാപാരത്തിലെ പ്രധാനികൾ. അവർ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉറവിടം ഒരു രഹസ്യമായി സൂക്ഷിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങൾ വളരുന്നത് അതിഭീകരരായ പക്ഷികൾ കൂടുകൂട്ടുന്ന ദുർഘടമായ സ്ഥലങ്ങളിലാണെന്നൊക്കെ അവർ കഥകൾ മെനഞ്ഞുണ്ടാക്കി. അങ്ങനെ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടി ആളുകൾ വലിയ വില നൽകാൻ തയ്യാറായി. ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പറുദീസകളിൽ ഒന്ന് കേരളത്തിന്റെ തീരപ്രദേശങ്ങളായിരുന്നു. ഇവിടത്തെ മലഞ്ചെരുവുകളിൽ കുരുമുളകും ഏലവും ഗ്രാമ്പുവും സമൃദ്ധമായി വളർന്നു. BC 3-ാം സഹസ്രാബ്ദം മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള കുരുമുളകും ഏലവും റോമിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസിരീസ് എന്ന തുറമുഖം ഈ വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. യവനന്മാരും ചീനക്കാരും റോമക്കാരും ഒക്കെ മുസിരീസ് തുറമുഖത്ത് കപ്പലടുപ്പിച്ചു. അവർ കേരളത്തിന്റെ കുരുമുളകിന് പകരം സ്വർണവും വെള്ളിയും മുത്തുകളും നൽകി. എന്നാൽ 15-ാം നൂറ്റാണ്ടോടെ ഈ വ്യാപാരത്തിന്റെ കുത്തക അറബികളുടെ കൈകളിൽ ഒതുങ്ങി. ഇതിനെ മറികടക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കടൽ വഴി തേടി തുടങ്ങി. അങ്ങനെയാണ് കണ്ടെത്തലുകളുടെ യുഗം ആരംഭിക്കുന്നത്. വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ 1498-ൽ ആഫ്രിക്കൻ മുനമ്പുകളിലൂടെ സഞ്ചരിച്ച് കോഴിക്കോടിന്റെ തീരത്തെത്തി. കുരുമുളകിന്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സാമ്രാജ്യം കണ്ടപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അത്ഭുതപ്പെട്ടു. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിലേക്ക് ഒരു എളുപ്പവഴി കണ്ടെത്താൻ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. പക്ഷെ അയാൾ എത്തിപ്പെട്ടത് അമേരിക്കയിലാണ്. അങ്ങനെ അയാൾ മുളകും വാനിലയും എല്ലാം യൂറോപ്പുകാർക്ക് പരിചയപ്പെടുത്തി. പുതിയ വഴികൾ കണ്ടെത്തിയതോടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടങ്ങി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം കേരളത്തിന്റെയും ഏഷ്യയുടെയും മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ ചെയ്തു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉടമസ്ഥാവകാശം യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈകളിലായി. ഈ പോരാട്ടങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ യൂറോപ്യൻ കോളനി വാഴ്ചയ്ക്ക് വഴി തുറന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിന്റെ കുത്തക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടമായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സുഗന്ധവ്യഞ്ജനങ്ങൾ എത്തിച്ചേർന്നു. വില കുറഞ്ഞ രീതിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ലഭ്യമായി തുടങ്ങി. ഇന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ പഴയതുപോലെ സ്വർണത്തേക്കാൾ വിലയില്ലെങ്കിലും അവ നമ്മുടെ ഭക്ഷണത്തിന് രുചിയും ഗന്ധവും നൽകുന്നു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾക്ക് കാരണക്കാരായ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കഥ ഇന്നും നമ്മുടെ അടുക്കളകളിൽ നിന്ന് വീശിയടിക്കുന്നു. ഈ സുഗന്ധം കാലത്തിന്റെ ഓർമ്മകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും.